ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ബ്രോഡ്വേയിലാണ്. ഈ തുരേ നടക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ബസാർ ബ്രോഡ്വേയിലോട്ട് തന്നെയാണ്. ക്രിസ്മസ് ഒക്കെ ആയില്ലേ, അതിനകത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കമോൺ ഗൈസ്. ഈ രാവിലെ തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അമ്മാതിരി തിരക്കായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ഉന്തി തള്ളി എങ്ങോട്ട് ചെന്ന് കയറി ഇതുപോലെ കുറച്ച് സാധനങ്ങളെടുത്തു. അവിടെ റിട്ടേൺ അതുപോലെ തന്നെ വെക്കും. ചുമ്മാ ഷോ ആണ്. പിന്നെ ആദ്യം ചെന്ന പാട് ഞാൻ ഈ ഷോപ്സൊക്കെയാണ് മെയിൻലി ക്രിസ്മസ് ഐറ്റംസാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്തത് ടോയ്സ്, കമ്മൽ, വള, മാല അതൊക്കെയായിരുന്നു. ഗേൾസിന് പൊതുവെ ഇതൊക്കെയാണല്ലോ ആദ്യം. പിന്നെ അങ്ങനെ ചുമ്മാ തേരാപ്പാല നടന്നൊരു ഷോപ്പ് കണ്ടുപിടിച്ചു. ഇവിടെ ഹാൻഡ് മെയ്ഡാണ്. കുറേ വെറൈറ്റി യുണീക്ക് കളക്ഷൻസ് ആണുള്ളത്. ഞാനൊന്നും അവിടെ നിന്നൊന്നും പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. കണ്ട് നിൽക്കാൻ അടിപൊളിയായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ല. ആക്ച്വലി ആ സ്ട്രീറ്റിനകത്ത് ഇങ്ങനെ കണ്ട് നിൽക്കാൻ ഇറങ്ങാൻ തോന്നും ഒരു ഘട്ടത്തിൽ. അത്രയും ക്രൗഡായതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ അപ്പൂപ്പനെ തൊട്ടും തൊടാതെയും ഇങ്ങനെ കുറേ കോമഡിയൊക്കെ അടിച്ച് ഇങ്ങനെ നോക്കായിരുന്നു. ഞാനിപ്പോൾ ഷോപ്പിൻ്റെ പേര് കാണിച്ചു, പക്ഷെ അത് പെട്ടെന്ന് പോയി ഗൈസ്. ഞാനത് കമൻറ്റിൽ കൊടുത്തേക്കാം. എന്തായാലും ഇവിടെ ട്രൈ ചെയ്ത് നോക്കും. അടിപൊളി കളക്ഷൻസാണ്, കുറേ യുണീക്കാണ്. ഞാൻ ഈ ക്യൂട്ട്നെസ് ഓവർലോഡിങ് ഒരു ഐറ്റം കിട്ടാനായിട്ട് ഇങ്ങനെ അതിനകത്ത് ചെന്ന് കയറി തപ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ തപ്പിക്കൊണ്ടിരിക്കെ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ വ്ലോഗാണ്. കുറേ വീഴ്ചകളും പാഴ്ചകളും ഒരു ഫ്ലോയിൽ വന്നതാണ്, റൈമിങ്ങിൽ. എന്തൊക്കെയുണ്ടെങ്കിലും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പിന്നെ ഇതുപോലെ അറിയാത്ത കുറേ കാര്യങ്ങളെടുത്ത് എന്തിനാന്ന് പോലും അറിയത്തില്ല. അതവിടെ തന്നെ വെച്ചു. പിന്നെ ഇത് സാധനം അവിടെ വെച്ചു. ആൻഡ് അവസാനം ഞാനൊരു സംഭവം കണ്ടുപിടിച്ചു. ഒരു ക്യൂട്ട്നെസ് ഓവർലോഡിങ് സാധനം പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടതാണ്. സ്കൂട്ടറിൽ തൊപ്പി എങ്ങനെയുണ്ട് ഗൈസ്? പക്ഷെ ഞാനത് എടുക്കാൻ നോക്കി, 300 രൂപ. റിട്ടേൺ അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ ഇതുപോലെ ഓരോ അപ്പൂപ്പന്മാരെ കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, തൊടാൻ തോന്നും. അങ്ങനെ ഇതിനകത്തോട്ട് തേരാപ്പാര വലിഞ്ഞ് കയറി ചെന്ന് എന്തെല്ലാമോ ഞാൻ നോക്കുന്നുണ്ട്. എന്തിനാണ് നോക്കുന്നത് എനിക്ക് പോലും അറിയുന്നില്ല. ആർക്ക് കൊടുക്കാനാണോ എന്തോ. എന്തായാലും ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാനും നോക്കാനും തൊടാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തേരാപ്പാര ഷോപ്പിനുള്ള കുറച്ചറിഞ്ഞു. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത്. വർക്കായില്ല. വർക്കാവാണെങ്കിലും മേടിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ വീണ്ടും ജ്വല്ലറീസ് വീണ്ടും ഇങ്ങനെ നടക്കുക ഗൈസ്. ഇവിടെ ഒരു മുന്തിരിങ്ങ കുലയുടെ പന്തലായിരുന്നു ഞാൻ കണ്ടത്. എല്ലാവർക്കും എൻ്റെ വക മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ആൻഡ് നമ്മളങ്ങനെ ചെന്ന് ഇതാണ് സ്ട്രീറ്റ്. ആക്ച്വലി പകൽ കാണാൻ ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് ചെന്ന് നടക്കും. ഓഫ് കോഴ്സ് ചുമ്മാ ഒരു ആവശ്യമില്ലാതെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ ഈ ഒരു സ്ട്രീറ്റാണ് ഈ സ്റ്റാർ സ്ട്രീറ്റ് ഒക്കെ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഷോപ്പിലാണ് കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്നത്. ഈ ഒരു ടേണിംഗ് പോയിന്റിലാണ് ഒരുപാട് ക്രൗഡ്സ് വരുന്നത്. എല്ലാവരും ഓരോ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഞാനും കുറേ എടുത്തു. ഞാൻ കുറച്ച് കളർഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത്, വെള്ള, ചുവപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ കോമ്പിനേഷനായിട്ട് ഇങ്ങനെ കുറേ എടുത്തു. അതിന് വേണ്ടിയല്ല, ക്യാമറയ്ക്ക് ഷോ കാണിക്കാനാണ്. അപ്പം തന്നെ ടൈമിങ് ക്യാമറമാൻസാണ് എൻ്റെ കൂടെ ഉള്ളത്. ക്യാമറ അങ്ങോട്ട് തിരിച്ചു. അത് വീണ്ടും ഞാനിങ്ങനെ കുറേ സാധനങ്ങളിങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ പറയേണ്ടതെന്ന് എനിക്കൊന്നും അറിയുന്നില്ല. ഷോപ്പിലെ ചേട്ടൻ ചീത്ത പറയാത്ത ഭാഗ്യം. പിന്നെ ഇതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, തൊട്ടും തൊടാതെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാർ സ്ട്രീറ്റ്. എൻ്റെ ഡ്രസ്സിൻ്റെ കോമ്പിനേഷന് കുറേ സ്റ്റാർ കേട്ടോ. ഫസ്റ്റ് സ്റ്റാർ ഞാൻ കണ്ടിരിക്കുന്നു, സെക്കൻഡ്, പിന്നെ അങ്ങോട്ട് ഫുൾ അതായിരുന്നു. അപ്പം ഞാൻ മൈൻഡ് ആക്കിയില്ല. ആക്ച്വലി ഇവിടെ നിന്ന് കുറേ പിക്സ് എടുക്കാനും ഇൻസ്റ്റഗ്രാമിൽ ഇടാനും സ്റ്റോറി ഇടാനും ആൾക്കാരുടെ തിരക്കാണ്. അങ്ങോട്ട് ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ തേരാപ്പാര നടക്കായിരുന്നു. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ ഈ സ്റ്റാറൊക്കെ കണ്ട് അവിടെ തന്നെ നിൽക്കാൻ തോന്നും. പക്ഷേ നമ്മൾ വിടത്തില്ല. ബാക്കിൽ നിന്നൊരു ചേട്ടൻ മോളെ ഇന്ന് നടക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഉന്തിത്തള്ളി വീണ്ടും പോകണം ഗൈസ്. ഉണ്ണിയേശി കിടക്കുന്ന കിടപ്പ് കണ്ടോ. പിന്നെ ഇതുപോലെ നമ്മളിങ്ങനെ തൊട്ടും തൊടാതെയും ഡയലോഗ് ഞാൻ ചുമ്മാ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സോറി. ഇതുപോലെ ഓരോ സാധനങ്ങൾ എടുക്കുക, കയ്യിൽ വയ്ക്കുന്നു, ക്യൂട്ട്നെസ് നോക്കുന്നു, റിട്ടേൺ വയ്ക്കുന്നു, ആൻഡ് ഇങ്ങനെ നടക്കുന്നു. ഇതിനകത്തോട്ട് ഫുൾ സ്റ്റാറാണ്, എല്ലാ കളക്ഷൻസാണ്. ഇത് പിന്നെ പാട്ട് പാടുന്ന അപ്പൂപ്പനാട്ടോ. ഇവനെ കൊണ്ട് ഞാൻ പാട്ട് പാടിപ്പിച്ചു. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൂപ്പൻ ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇത് ബാറ്ററി ഓണാക്കണം, അല്ല ബാറ്ററി അല്ലല്ലോ ഓണാക്കേണ്ടത്, സ്വിച്ച് ഓണാക്കണം. അപ്പോൾ അത് പാട്ട് പാടും. പക്ഷെ ഞാൻ ട്രൈ ചെയ്തു, ബാറ്ററി ഇല്ലായിരുന്നു. പിന്നെ ആ ചേച്ചിയോട് ചോദിച്ചാൽ ആ ചേച്ചി ഇട്ടന്നില്ല. മേടിക്കുന്നവർക്ക് മാത്രമേ ട്രൈ ചെയ്യാൻ കൊടുക്കത്തുള്ളൂ. ഡേ വ്യൂസ് കഴിഞ്ഞു, ഇനി നൈറ്റ് വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. ഇത് ഞാൻ ക്ലോസ് ചെയ്യാൻ വരാം കേട്ടോ, കൈ വെച്ചിട്ട്. ക്ലോസ്ഡ്, ഓപ്പൺഡ്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിനി നൈറ്റ് ഷൂട്ട് കണ്ടാലോ. വീണ്ടും സെയിം സ്ട്രീറ്റ് തന്നെയാണ്, പക്ഷെ ഒടുക്കത്തെ ഭംഗിയാണ് ഗൈസ് ഈ നൈറ്റ് കാണാൻ.
ഈവൻ ദ സെയിം നമുക്ക് 2 ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയ പോലെ ഉണ്ടാവുക നൈറ്റ്. വീണ്ടും ആ മുന്തിരിക്കൊലയുടെ സ്ട്രീറ്റും ഈ സ്റ്റാറിൻ്റെ സ്ട്രീറ്റിലും പതിവ് പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നൈറ്റ് വ്യൂ. ആൻഡ് ഇവിടെ നിന്ന് ഇപ്പം ഞാനിനി എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല ഗായ്സ്. ഇവിടെ നിന്ന് ഓരോ ആൾക്കാരും പലതും മേടിക്കുന്നുണ്ട്, പക്ഷെ ഞാനത് നോക്കി നിൽക്കുന്നുണ്ട്. ഈ അപ്പൂപ്പൻ എനിക്കിഷ്ടമായി, പക്ഷെ അത് തരത്തില്ല, ഒരുപാട് റേറ്റ്. അതുകൊണ്ട് ഞാനും ചോദിക്കാൻ പോയില്ല. ഈ 2 കൊമ്പ് വെച്ചത് ഞാൻ കേട്ടോ 40 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. ബാക്കിയുള്ള ഷോപ്പിലൊക്കെ 50 രൂപയായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഈ ചുമ്മാ ഇരിക്കുന്ന എനിക്ക് കറക്കിയോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്നോട് ക്യാമറമാൻ ചിരിക്കാൻ പറഞ്ഞു ഗൈസ്. ആ ഒരു എക്സ്പ്രഷൻ വേറൊന്നും കൊണ്ടല്ല. ക്രൗഡ് സെയിം ദ സ്റ്റാർ സ്ട്രീറ്റ്. ഈ നൈറ്റ് പകൽ വരുന്നതിനേക്കാളും നൈറ്റ് ഒന്നുകൂടെ രസമാണ്. പക്ഷേ ഈ ക്രൗഡ് തിരക്ക് എൻ്റെ പൊന്നോ സഹിക്കത്തില്ല. ചുട്ട് നമ്മൾ വേവും കിടന്ന്. അങ്ങനെ പുൽക്കൂടെല്ലാം കണ്ട് അതിന് മേലെയുള്ള സ്നോമാൻ അതിനെയും കണ്ടിങ്ങനെ കണ്ട് നടക്കുക ഗൈസ്. വരൂ ഗൈസ്, നിങ്ങളും കാണൂ. പിന്നെ കുറേ ക്യൂട്ട് ചെക്കന്മാരെയും കണ്ടു. വായി നോക്കൽ എൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. പറ്റുന്നില്ല ഗൈസ്, ഞാൻ വെച്ചിട്ട് റെസ്റ്റ് എടുക്കാം. ഒരു ചേട്ടൻ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. ഓ മൈ ഗോഡ്, ടയേർഡ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അടിപൊളിയായി നിന്ന് കാണാൻ തോന്നും, പക്ഷെ ടയേർഡായതുകൊണ്ട് എനിക്കപ്പോൾ അത് തോന്നിയില്ല ആ സമയത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ മുന്തിരിക്കൊല സ്ട്രീറ്റ്. പിന്നെ ഒരു ക്യാമറാമാൻ, ആ ചേട്ടനോട് 2 ഫോട്ടോ എടുത്തരാനൊക്കെ പറയുന്നു. ഇന്നുണ്ടായി, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ആക്ച്വലി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പിടിച്ചങ്ങോട്ട് വലിക്കാനാണ് തോന്നുന്നത്, പക്ഷേ ആ ഷോപ്പിലെ ചേട്ടന്മാരെന്നെ വെക്കത്തില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ ഒരു കുരുപ്പിൻ്റെ സ്വഭാവം ഞാൻ അവിടെ എടുത്തില്ല. ആക്ച്വലി ഞാനൊരു കുരുപ്പാണ്. ഞാനിങ്ങനെ ഓരോ വ്യൂസും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറേ അപ്പൂപ്പൻസ്, പാട്ട് പാടുന്ന അപ്പൂപ്പൻസ്. വീണ്ടും ഞാൻ ചോദിച്ചു ഗൈസ്, ബാറ്ററി ഇട്ട് തന്നില്ല. അവർക്കൊരു പ്രൊമോഷൻ മിസ് ചെയ്തു. ആൻഡ് ഇങ്ങനെ ഇതൊക്കെ ഭയങ്കര ക്യൂട്ട്നെസ്സാണ്, ഇങ്ങനെ നേരിട്ട് കാണാൻ. ആക്ച്വലി ഇതിൽ കാണുന്നതിനും ഭേദം നമ്മൾ നേരിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യണം. ഇച്ചിരി ബുദ്ധിമുട്ടാണ് തിരക്കിനിടയിൽ. ഈ ബസാറിനകത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത്. ഈ 2 ചേട്ടന്മാരെ നമ്മൾ എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യണം. ഈ തിരക്കിനിടയിലും അവരുടെ ലൈറ്റ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്